ഹലോ, വെൽക്കം ടു ധന്യാസ് ഫുഡ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ ഓണരുചിയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറില്ല. പക്ഷെ എങ്ങനെ എളുപ്പത്തിൽ ഒരു എരിശ്ശേരി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. പല വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. പക്ഷെ ഇന്നിവിടെ വൻപയർ മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എരിശ്ശേരി ഉണ്ടാക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ വരുന്ന എപ്പിസോഡ്സിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാക്കാം. മത്തങ്ങ പയർ എരിശ്ശേരിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് കാണണ്ടേ? വൻപയർ 1 കപ്പ്, മത്തങ്ങ 250 ഗ്രാം, തേങ്ങ ചിരകിയത് ഒരു വലിയ തേങ്ങ, ഉഴുന്ന് പരിപ്പ് 1/2 ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 3/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ, കടുക് വറുക്കാൻ ആവശ്യമുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ ഈ വൻപയർ വേവിച്ചെടുക്കുന്നു. ഇത് നോർമലി നമ്മൾ 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് ഈ വൻപയർ വേവിക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ വൻപയർ കുതിർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളിത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാൻ മറന്നുപോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഞാനിത് കുതിർക്കാതെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ആദ്യമായി തന്നെ നമ്മൾ ഈ വൻപയർ വേവിച്ചെടുക്കുന്നു. ഇത് ഞാൻ കുതിർക്കാത്ത വൻപയറാണ് കേട്ടോ. മേടിച്ച വൻപയർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ഒട്ടും തന്നെ കുതിർത്തിട്ടില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓയിലൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഈ വൻപയർ കുക്കറിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നു. ഇങ്ങനെ വറുത്തിട്ട് എരിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുക്കാവും ചെയ്യും. പ്രോസസ്സിങ്ങും ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മുടെ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഞാനിവിടെ 5 മിനിറ്റ് നന്നായിട്ടത് ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത വൻപയറിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. പിന്നെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും കണ്ടോ, ഒരു റെഡിഷ് കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും. ആ സ്മെല്ല് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തത് കറക്റ്റായി എന്നുള്ളത്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അതായത് 1 കപ്പ് വൻപയറിന് ഒരു 5-6 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ പാകം. കാരണം ഇതിനി വെന്ത് വരുമ്പോൾ ഇതൊന്ന് ഡബിൾ സൈസ് ആവും. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് വരരുത്. അപ്പോൾ 1 കപ്പ് വൻപയറിന് 5 കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തണുത്ത വെള്ളം ഒഴിക്കരുത്. വാം വാട്ടർ വേണമെന്നില്ല, പക്ഷെ ഒരു റൂം ടെമ്പറേച്ചറെങ്കിലും ആവണം. തണുത്ത വെള്ളം ഒഴിക്കരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. വൻപയർ അവിടെ കുക്കായി വരട്ടെ. ആ സമയത്ത് നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. അപ്പം നമുക്കിവിടെ 250 ഗ്രാം മത്തങ്ങയുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വൻപയറും മത്തങ്ങയും ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഒരു കോക്കനട്ട് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പകുതിയാണ് നമ്മൾ അരയ്ക്കുന്നത്. ബാക്കി പകുതി നമ്മൾ കടുക് വറുത്തിടുന്ന സമയത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോക്കനട്ടിൻ്റെ പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകവും കൂടി ചേർക്കുന്നു. അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മത്തങ്ങ കുക്കായോ നോക്കാം.
ഇവിടെ മത്തങ്ങ നല്ലപോലെ കുക്കായിട്ടുണ്ട്. കുക്കായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല, കാരണം ഇനി നമ്മളിതിൽ അരപ്പും എല്ലാം ചേർക്കുമല്ലോ. അപ്പോൾ ആ സമയത്തേക്കും ഉടയാതെ കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് മതി, ഇത്രയും കുക്കായ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, മത്തങ്ങ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. കുക്കറിൽ 4 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ബാക്കി വിസിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കളയാം, പ്രോബ്ലം ഒന്നുമില്ല, പെട്ടെന്ന് കുക്കാവും. 4 വിസിൽ അടിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ, നമ്മുടെ വൻപയർ ഇവിടെ കുക്കായി കഴിഞ്ഞു. നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഈസി അല്ലേ, തലേ ദിവസം മറക്കുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് ഈ വൻപയർ തൊട്ട് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, നല്ലപോലെ വെന്ത്, നമ്മൾ എങ്ങനെയാണോ സോക്ക് ചെയ്തിട്ട് കുക്കാവുന്നത് അതേപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കുക്കായിട്ടിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഈ വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് ഈ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ മത്തങ്ങയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഈ ഉണക്കപ്പയർ വേവിച്ചതിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവും. അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ അരപ്പും നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഇപ്പോൾ അത് വീണ്ടും കുറച്ചുകൂടെ വാട്ടറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്നു വെച്ചിട്ട് തന്നെ ഇതും ഒന്ന് ഡ്രൈ ആവണം. കാരണം എരിശ്ശേരി തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ജലാംശമൊക്കെ വറ്റിപ്പോട്ടെ. ഇപ്പോൾ മത്തങ്ങയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മത്തങ്ങ ഉടഞ്ഞു പോകരുത്. മത്തങ്ങ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ വല്ലാതെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എരിശ്ശേരി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മത്തങ്ങേനെ ഉടയ്ക്കാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. പിന്നെ എരിശ്ശേരി ഒരു ചെറിയ മധുരം ഉണ്ടാവുകയെ. അപ്പോൾ ഇവിടെ നല്ല സ്വീറ്റ്, നല്ല പഴുത്ത മത്തങ്ങയായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ശർക്കര ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പച്ചമത്തനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മധുരം ഉണ്ടാവും. പക്ഷെ ഇതിനതിൻ്റെ ആവശ്യമില്ല, ഇത് നല്ല പഴുത്ത മത്തങ്ങയാണ്. നമ്മുടെ എരിശ്ശേരിയിലെ ജലാംശമൊക്കെ മാറി നല്ലപോലെ കുറച്ചൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സീസണിങ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ സീസണിങ് ചെയ്യാനായിട്ട് എൻ്റെ ചെറിയ സോസ് പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ഈ എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കാം കേട്ടോ. കാരണം ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ഫ്ലേവർ ആവണം മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഈ ഉഴുന്നുപരിപ്പ് എരിശ്ശേരിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ്. ഇനി നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയാണ്. ഉണക്കമുളക് നമ്മൾ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ കോക്കനട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കണം, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. എന്നിട്ട് ഈ കോക്കനട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇവിടെ കോക്കനട്ട് നല്ലപോലെ മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ
വറവാണ് കേട്ടോ ഈ എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ കളർ ചേഞ്ച് വരെ വറക്കണം. പച്ച തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എരിശ്ശേരിയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ എന്തൊരു ഈസി ആയത് ഉണ്ടാക്കാൻ. വെള്ളത്തിലിട്ട് കുതിർക്കണ്ട, അതുപോലെ തലേ ദിവസം ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എരിശ്ശേരി ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇപ്രാവശ്യം ഓണത്തിന് മത്തങ്ങ വൻപയർ എരിശ്ശേരി ഒരു വിഭവമായിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ എന്നെ അറിയിക്കൂ കേട്ടോ. മെസ്സേജിലൂടെ മെയിലിലൂടെ ഒക്കെ അറിയിക്കൂ. മറ്റൊരു വ്യത്യസ്ത വിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ധന്യ മനോജ് സൈനിങ് ഓഫ്. ബൈ.